എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. കന്നഡയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സംഭവം വരാൻ പോകുന്നു. സംഭവമാവോ അതോ ഒരു കാട്ടവരാതാവോ എന്നുള്ളത് കണ്ടന്റ് അറിയാം. ഈ മൂപ്പറുടെ ഒരു പ്രത്യേകതയുണ്ട്. മൂപ്പറുടെ സിനിമകളുടെ ട്രെയിലറുകളും ടീസറുകളും കണ്ടാൽ സംഭവം സിനിമയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. സിനിമ കണ്ടു കഴിയുമ്പോഴേ അറിയുള്ളൂ എൻ്റെ പൊന്നടാ ഇതെന്തായിരുന്നു. അതായത് ഏറ്റവും ബെസ്റ്റ് കട്ടിങ്സ് ഒക്കെ ആയിരിക്കും ട്രെയിലറിലും ടീസറിലും ഉണ്ടാവുക. അതെ, എന്താണെങ്കിലും പുതിയ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ധ്രുവ സർജ നായകനാവുന്ന സിനിമയാണ് KD ദ ഡെവിൾ. യെസ്, വമ്പൻ കാസ്റ്റിംഗിൽ വരുന്ന സിനിമയാണോ. ധ്രുവ സർജ ഉണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, പിന്നെ ശില്പ ഷെട്ടി ഉണ്ട്. പിന്നെ നോറ ഫത്തേഹ്, പിന്നെ വേറെ ആരായിരുന്നു? റമീനെ അങ്ങനെ ഏതോ അങ്ങനെ എന്തൊക്കെയാണ്. അതാണ് നായിക. ആണല്ലേ, ഓർമ്മയുണ്ട്. പ്രേമസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് ധ്രുവ സർജന്റെ അതിന് മുൻപുള്ള സിനിമ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട്. മാർട്ടിൻ സംഭവമായിരുന്നു. ഞാനത് കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങിപ്പോന്ന കേട്ടോ. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ KVN ആണ് കേട്ടോ. KVN പ്രൊഡക്ഷൻസ് ആണോ? അത് ചില്ലറ സംഭവമല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കറിയാലോ ഇതിന് മുന്നേ വന്നിട്ടുള്ള പല പ്രൊഡക്ഷൻ സിനിമകളും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്തായാലും ടീസറിൽ ഭയങ്കര മൊറാഴ്ച ഉണ്ടാവും. അത് മറ്റേല് ഇട്ടതുകൊണ്ട് ചിലപ്പോൾ ഇതിലുണ്ടാകാൻ ചാൻസ് കുറവാണ്. അത് മൊത്തം മറ്റേല് തീർന്നായിരുന്നല്ലോ. അങ്ങനെയാണ്. പിന്നെ അതിൽ തന്നെ ഉള്ള സാധനം ഇതിൽ എന്തായാലും കൊണ്ടുവരില്ല. വേറെ എന്തെങ്കിലും കൊണ്ടുവരും, വെറൈറ്റി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിൽ തന്നെയുള്ള സാധനത്തിന് ഒഴിവാക്കാൻ പറ്റുമോ? ധ്രുവ സർജന. ഓക്കെ, എന്തായാലും ടീസർ കയ്യിലുണ്ട്, കാണാം. കണ്ടിട്ട് ബാക്കി വർത്താനം പറയാം. 2:11 മലയാളത്തിലാട്ടോ നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷാണല്ലോ. ഏതാ ഭാഷ എനിക്കറിയില്ല, ഇംഗ്ലീഷാണത്. പോലീസുകാരാണ് കഴുതപ്പുറത്ത് കയറ്റി. അതാണ് നമ്മളാ പറഞ്ഞ നായികയുടെ പഴയ കാലഘട്ടം കേട്ടോ. സഞ്ജയത്തിന്റെ അവർ രണ്ടുപേരും രക്തബന്ധമുള്ളവരാണ് സർ. എന്നാൽ ആ രക്തം ഒഴുകുന്നത് അവരുടെ ശരീരത്തിലൂടെയാണ്. രക്തം വേറെ നിലത്ത് കൂടിയ തലയാണത്. കംപ്ലൈന്റ് തരാൻ വന്നതാ സർ. തല തിരിച്ചതുണ്ടാവും. എഴുതിക്കോ. തല കിട്ടി, അത് മനസ്സിലായി. ഓടി കിട്ടിയില്ല. Coming soon. KD the devil. KD തന്നെ ഭീകര സാധനം കേട്ടോ കണ്ടിട്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതാ ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ അവിടെ അത് അനുഭവിച്ചതാണെങ്കിൽ പോലും പിന്നെ നമ്മൾ ഞാൻ വിശ്വസിച്ചു. ഇതാണ് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം. ഈ കട്ടിങ്സ് ഒക്കെ ഉണ്ടല്ലോ ഭീകരമായിരിക്കും, പക്ഷെ സിനിമയിൽ വരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഫുൾ കോമഡി ആയി മാറുന്നത്. സത്യമായിട്ട് പറയാം, ഇങ്ങനെ ഈ ഓവർ ദ ടോപ്പ് പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ രീതിയിൽ ചെയ്തു വെക്കണം എന്നുള്ളതും അത് നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമയും കൂടെയാണ്. പക്ഷെ വരുമ്പോൾ കാട്ടവരാതെ പരിപാടി ആകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നിന്നോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുരൾച്ചയില്ല. മിണ്ടിപ്പോകരുത്, കണ്ട് ആസ്വദിച്ചോളൂ. എനിക്കുള്ള മറുപടി അതൊക്കെ മാത്രം നിന്നെ തന്നെ ഉദ്ദേശിച്ചു തന്ന. അത് നന്നായി, അല്ലെങ്കിൽ ചെവി അടിച്ചു പോകും. എന്താണെങ്കിലും ധ്രുവ സർജ നായകനായിട്ട് വരുന്ന സിനിമയാണ്. ഇതില് ഈ ടീസറിലെ നായകൻ സഞ്ജയ് ദത്ത് കേട്ടോ. സഞ്ജയ് ദത്ത് കൊണ്ടുപോയി. കാരണം ആളുടെ ഫൈറ്റുകളൊക്കെ ഭയങ്കരമാണ്. അല്ലാതെ തന്നെ ഈ മറ്റുള്ള സിനിമകൾ പോലും
ഇങ്ങനത്തെ ഒരു സിനിമയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു വില്ലനിസം കാണിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. അതിന്റെ പീക്കണ കണ്ടത്. സ്റ്റേഷനിലേക്ക് തല കൊണ്ട് വെച്ചിട്ട് തല കിട്ടി, കംപ്ലൈന്റ് ചെയ്തിക്കോ, ബോഡി കിട്ടിയില്ല. പോലീസുകാരും ഇവരും തമ്മിലുള്ള എന്താ പ്രശ്നമാണ് ആദ്യം തന്നെ കാണിക്കുന്നതാണ്. ഒരു പോലീസുകാരനെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് വിട്ടിട്ട് അങ്ങനെ ആഘോഷിക്കുന്ന കുറെ കേടിയാണല്ലോ. അത് ശരിയാണല്ലോ. അതായത് മനസ്സിലായി തന്നെ പോലീസുകാർക്കെതിരെ എന്തായാലും ആകുമല്ലോ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 2 കേടികളിലെ ഏറ്റവും വലിയ കേടി ആരും എന്നുള്ളത് മാത്രം നീ നോക്കിയാൽ. പക്ഷേ രക്തബന്ധം ഒന്നാണെന്ന് പറഞ്ഞിട്ട് അത് ഏയിലെ പിന്നെ രക്തം പോകുന്നത് അല്ല, രക്തം പോകുന്നത് രക്തം ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം അല്ലാതെ വേറെ രക്തമുണ്ട്, കളർ വ്യത്യാസത്തിലാ വരിക. ബ്ലഡാ, നമ്മളൊക്കെ ഉണ്ടാകാൻ കാരണമായ ബ്ലഡ്. എന്ത് സയൻസ് കറക്റ്റ് അല്ലേ? പറഞ്ഞു വരുമ്പോ സഞ്ജയ് മകനായിരിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ. സയൻസ് കറക്റ്റ് ആണ്. സയൻസ് കറക്റ്റാ. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്രമേ തെറ്റുള്ളൂ. അത് സയൻസ് പെടൂലെന്ന്. അല്ല സയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിനകത്തുള്ളതാണ്. അവന്റെ കോമഡി നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഇവ ഇപ്പം പൊട്ടനാണല്ലോ, അതുകൊണ്ട് പൊട്ടത്തിനെ പറയുന്നതാണ് കരുതിണ്ടാവും. അല്ല തിരിച്ചും കരുതാലോ, നീ എപ്പോഴും പൊട്ടനാണല്ലോ, നീ ചിന്തിച്ചെടുക്കൂലല്ലോ എന്ന് അങ്ങനെ വിചാരിക്കാം. സെൽഫ് ട്രോളാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നല്ല, നമ്മളെ ട്രോളാൻ നമുക്ക് ഒരു പട്ടികൾക്ക് അവകാശം കൊടുക്കും. നമ്മൾ തന്നെ ധാരാളം ആ പട്ടികൾ ഞങ്ങളോട് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ മതിയെന്ന്. ഓക്കെ, എന്തായാലും നമ്മൾ ട്രോളാൻ വന്നല്ലോ. സംഭവം പ്രതീക്ഷ നൽകുന്നുണ്ട്, എന്നാൽ നമ്മള് ഒരു പകുതി മാത്രം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയല്ല, പ്രതീക്ഷ നൽകുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. അല്ല എങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, കന്നഡ ഇൻഡസ്ട്രി വളരെ താഴെയാണ് പ്രാവശ്യം കേട്ടോ. അതായത് 2025 വളരെ മോശമായി. കളക്ഷൻ വളരെ കുറവാണ്. ഇറങ്ങിയ സിനിമകളൊക്കെ വളരെ മോശം തന്നെയാണ്. വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഈ പുട്ടിന് വീരട്ട് ടോട്ടൽ കളക്ഷൻ ഭയങ്കര വീക്കാണ് ഇപ്രാവശ്യം 2025. ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കാന്താര അത് എന്തായാലും ഒക്ടോബർ റിലീസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആ കളക്ഷന്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. എന്തായാലും ഭയങ്കര പ്രശ്നത്തിലാണ്. കൂടെ പഴയ ലെവലിൽ തന്നെ പോയി. അതെ, കൂടെ കേടിയും കൂടെ ഹിറ്റ് ആവട്ടെ, നല്ല സിനിമ ആവട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സിനിമ നല്ലതാവണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതിന്റെ ലുക്ക് ഒക്കെ അടിപൊളി ലുക്കാ, സംഭവം ഒക്കെ അടിപൊളി ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഏച്ചുകെട്ടലൊന്നുമില്ല, അല്ലെങ്കിൽ ഫുള്ള് വള്ളിയും ഭയങ്കര ആണി വരെ ഉണ്ടാവും നെഞ്ചത്ത്, വലിയ ആണിയുടെ ബട്ടണൊക്കെ സാധാരണ ഉള്ള ബട്ടൺ ഇങ്ങനെയാണല്ലോ, സാധാരണ വലിയ ആണി, സാധാരണ ബട്ടൺസ് ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ വലിയ മറ്റേ മുള്ള് തറപ്പിച്ച് അടിച്ച് താഴ്ത്തി വെച്ചത് ഇതൊക്കെ ആയിരിക്കും. അതായത് എന്താണെങ്കിലും ആ ഒരു കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെ ചിലപ്പോ സിനിമ നല്ലതായേക്കാം. അതെ, എന്തായാലും പ്രൊഡക്ഷൻസ് ആണെന്നുള്ളതിന്റെ ഒരു അതും ഒരു പ്രതീക്ഷയാണ് കേട്ടോ. KVN പ്രൊഡക്ഷൻസിന്റെ സിനിമ ആയതുകൊണ്ട് ഇനിയിപ്പോ ലാലേട്ടന്റെ ക്യാരക്ടർ ആയിരുന്നോ സഞ്ജയ് ഇത്? മേ ബി, അറിയില്ല. കാരണം എത്രയോ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ടൈറ്റിൽ ടീസർ ഒന്നുണ്ടായിരുന്നു. അന്നൊക്കെ ലാലേട്ടൻ ഇതിലുണ്ട് എന്നുള്ള ശക്തമായ റൂമർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് സഞ്ജയ് ദത്ത് അതിൽ ഇന്നല്ല അല്ല. ശേഷമാണ് ആളുടെ ക്യാരക്ടർ പോസ്റ്ററും അതിന് മുൻപ് ആളിതിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമറും കാര്യങ്ങളൊക്കെ വന്ന് അതിനുശേഷം എന്തായിരുന്നു ഉസ്താദോ അങ്ങനെ എന്തോ ഒരു പേരാണ്, ഒരു ഭീകര പേരാണ്. എന്താണെങ്കിലും സിനിമ ഗംഭീരമാണെങ്കിൽ അതെ ഒരു നഷ്ടമായിരിക്കും ലാലേട്ടന്റെ. അല്ലേ, ഇങ്ങനത്തെ ഒന്നും ലാലേട്ടൻ വേണ്ട. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.